ഹായ് മക്കളെ, നമസ്കാരം. ആതിര മിസ് ആണ് കേട്ടോ. എടാ, നമ്മൾ അങ്ങനെ കാത്ത് നമ്മുടെ എക്സാം അടുക്കാറായില്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടായിരിക്കും, മിസ്സേ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മിസ്സേ വരിക, എങ്ങനത്തെ വരിക, അത് എങ്ങനെയാ എഴുതുക, എങ്ങനെ നല്ല മാർക്ക് ഞങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരുപാട് സംശയങ്ങളായിരിക്കും എൻ്റെ കുട്ടികൾക്ക് അല്ലേ? അപ്പോൾ ആ സംശയങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മിസ്സിൻ്റെ ഈ ഒരു വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ നല്ല ഈ ഒരു ഉഷാറോട് കൂടി തന്നെ കാണുന്നുള്ള വിശ്വാസത്തിൽ മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രവർത്തനമാണ് താരതമ്യക്കുറിപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളിപ്പോൾ എന്താ പറയുക, ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന കുട്ടികളായിരിക്കും അല്ലേ? താരതമ്യക്കുറിപ്പ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റും. താരതമ്യക്കുറിപ്പ് എന്തായാലും വന്നിരിക്കും. അപ്പോൾ ആ ഒരു താരതമ്യക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എൻ്റെ മക്കൾക്ക് അറിയണ്ടേ? ചില കുട്ടികൾക്ക് അറിയാൻ മതി, ചില കുട്ടികൾക്ക് അറിയലുണ്ടാവില്ല. ചിലർ പറയും, മിസ്സേ അത് എഴുതേണ്ട രീതി ഒന്നുകൂടെ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവർക്കൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താരതമ്യക്കുറിപ്പ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ഒരു രണ്ടെണ്ണം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തരുമ്പോൾ അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു കുറിപ്പാണ് താരതമ്യക്കുറിപ്പ് എന്നുള്ളത് എൻ്റെ വാക്കൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം പിന്നെന്താ ശ്രദ്ധിക്കേണ്ടത്, ഒരു കൃതിയിലെയും രണ്ട് കൃതിയിലെയും സാമ്യം എന്താന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ആ ഒരു താരതമ്യക്കുറിപ്പിൽ വ്യക്തമാക്കി പറഞ്ഞിരിക്കണം. ഇരു കൃതിയിലെ സാമ്യങ്ങൾ, അവ രണ്ടും തമ്മിലുള്ള സാമ്യങ്ങൾ എന്താന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കണം. പിന്നെയോ അതിൻ്റെ അവതരണം, സന്ദർഭം, കാര്യങ്ങൾ എല്ലാതും നല്ല അടിപൊളിയിൽ വ്യക്തമായിരിക്കണം. പിന്നെ ഘടന, ആ താരതമ്യക്കുറിപ്പ് എഴുതുന്ന ഘടന നല്ല രീതിയിലായിരിക്കണം. പാരാഗ്രാഫ് രീതിയിലൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളി ആക്കി കഴിഞ്ഞാൽ മക്കളെ താരതമ്യക്കുറിപ്പിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം അല്ലേ? നമുക്കൊരു ഉദാഹരണമായിട്ട്, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു താരതമ്യക്കുറിപ്പ് പരിചയപ്പെടാം. ഇവിടെ ഒരു ലേഖന ഭാഗം വായിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിസ് വായിച്ചുതരാം, എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സാധാരണ മട്ടിലുള്ള ഒരാണു കുടുംബം. പ്രഭാതം. സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ ഊൺമേശപ്പുറത്ത് പുസ്തകങ്ങൾ നിരത്തിവെച്ചു പഠിക്കുകയാണ്. ഇടയൊരു സമയത്ത് അവൻ അമ്മയെ വിളിച്ചു. ആദ്യം പതുക്കെ, പിന്നെ തെല്ലുറക്കെ, അങ്ങനെ 3-4 വട്ടം. അവർ വിളി കേട്ടില്ല. അമ്മ തൊട്ടപ്പുറത്ത് അടുക്കളയിലുണ്ട്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ പണിയാണ്. തിരക്കോട് തിരക്ക്. വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ അവർക്ക് 5 തരം വിഭവം വേണം. ഒരു കൈ സിങ്കിലെ പാത്രങ്ങളിൽ, ഒരു കൈ കുക്കിംഗ് സ്റ്റൗവിൽ, ഒരു കൈ ചിരവയിൽ, ഒരു കൈ മിക്സിയിൽ. അങ്ങനെ ചടുല നർത്തനമാണ്. ഇതൊക്കെ കഴിഞ്ഞു വേണം കുളിച്ചൊരുങ്ങി ഇറങ്ങി ഓടാൻ. ബസ് പിടിച്ച് ആപ്പീസിൽ എത്തേണ്ടേ? ആരും നിർബന്ധിച്ചിട്ടല്ല, സമയത്ത് ജോലിക്ക് എത്തണമെന്ന ഒരു താല്പര്യം. ഉള്ളിലെ രോഷവും സങ്കടവും മകന്റെ വിളിയെ അവഗണിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. സംഗീതാർദ്രമായ 2 അക്ഷരം, അശോകൻ ചരുവിൽ. അപ്പൊ നമ്മൾ ഒരു ലേഖനാണ് ഇവിടെ വായിച്ചിരിക്കുന്നത് മക്കളെ, ഒരു ചെറിയൊരു ലേഖനാണ് നമ്മൾ ഇവിടെ വായിച്ചിരിക്കുന്നത് അല്ലേ? പൊൻകുന്നം വർക്കിയുടെയും അശോകൻ ചരുവിലിന്റെയും രചനകളിലെ അമ്മാവന്മാരുടെ ജീവിതാവസ്ഥ കാണിച്ചു തരുന്ന ചില സൂചനകൾ നോക്കൂ. അപ്പം നമുക്ക് ആ സൂചനകളൊന്ന് നോക്കി നോക്കാം അല്ലേ? പൊൻകുന്നം വർക്കിയുടെ അമ്മ, അശോകൻ ചരുവിലിന്റെ രചനയിലെ അമ്മ. അപ്പൊ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ടാണുള്ളത്. അപ്പൊ നമുക്ക് ഡിഫറൻസ് എന്താ നോക്കാം അല്ലെ, വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. പൊൻകുന്നം വർക്കിയുടെ അമ്മയിലുള്ള വ്യത്യാസങ്ങൾ: പാവപ്പെട്ട കുടുംബം, മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനാവുന്നില്ല, വിദ്യാഭ്യാസമില്ല, കൂലിപ്പണി എടുക്കുന്നു. എന്നാൽ അശോകൻ ചരുവിലിന്റെ രചനയിലെ അമ്മ, ഇടത്തര കുടുംബം, താല്പര്യമുണ്ടെങ്കിലും പറ്റുന്നില്ല, ഓഫീസ് ജോലിയുണ്ട്. അപ്പം 2 പേരുടെയും നിങ്ങൾ കേട്ടല്ലോ. സൂചനകളുടെയും നിങ്ങൾ കൂട്ടിച്ചേർത്തവരുടെയും സഹായത്തോടെ അമ്മമാരുടെയും ജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം 2 തരത്തിലുള്ള അമ്മമാരുടെ ആ രീതി, ജീവിത ആ രീതി താരതമ്യം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങൾക്കുള്ള ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ ആൻസർ ചെയ്യേണ്ടതെന്നാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ദാരിദ്ര്യം മൂലം സ്വന്തം മകന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കേണ്ടി വന്ന അമ്മയുടെ പ്രതിസന്ധികളാണ് പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിൽ പോവാനും പഠിക്കാനും എല്ലാം ആഗ്രഹങ്ങളുള്ള
കഥാകാരന്റെ സ്വപ്നങ്ങളും അതേസമയം നിവൃത്തികേടുകൊണ്ട് മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത സാധുവായ അമ്മയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അച്ഛനില്ലാത്ത ആ വീട്ടിൽ ഇരുവയർ നിറയ്ക്കാൻ കഷ്ടപ്പെടുന്ന അമ്മയുടെ പ്രയാസങ്ങളിൽ മകനോട് എല്ലാത്തിനും അരുതെന്ന് ആ അമ്മയ്ക്ക് പറയേണ്ടി വരുന്നു. മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അമ്മയെയാണ് ഇതിൽ കാണാനാവുന്നത്. അശോകൻ ചെരുവിലിന്റെ സംഗീതാർദ്രമായ രണ്ടക്ഷരം എന്ന ലേഖനത്തിലും നമുക്കൊരു അമ്മയെയും മകനെയും കാണാം. അന്നാന്നുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു ജീവിക്കുന്ന ഒരു ഇടത്തര കുടുംബത്തെയാണ് ഇതിൽ എഴുത്തുകാരൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഓഫീസിലേക്ക് നേരത്തെ എത്താനായി വീട്ടുജോലികൾ ധൃതിയിൽ തീർക്കുന്ന ഒരമ്മ. നാളാൾക്ക് 5 തരം വിഭവങ്ങൾ വെക്കണം, പാത്രങ്ങൾ എല്ലാം കഴുകി അടുക്കി വെക്കണം, മിക്സിയിൽ, കുക്കറിൽ, അടുപ്പിൽ തുടങ്ങിയ അടുക്കളയിലെ 4 കോണിലും അവളുടെ കൈകൾ എത്തണം. ഈ ജോലി തിരക്കുകൾക്കിടയിൽ മക്കളുടെ കാര്യങ്ങളും നോക്കണം. എൻ്റെ മകൻ്റെ അമ്മേ എന്നുള്ള തുടർച്ചയായ വിളികളെ അവഗണിക്കേണ്ടി വരുന്ന ഒരമ്മയെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന കഥയിൽ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ മകന്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാതെ വരുന്ന അമ്മയെയും, എന്നാൽ അശോകൻ ചെരുവിലിന്റെ സംഗീതാർദ്രമായ രണ്ടക്ഷരം എന്ന ലേഖനത്തിൽ ജോലി തിരക്കുകൾക്കിടയിൽ മകന്റെ വിളിയെ അവഗണിക്കേണ്ടി വരുന്ന അമ്മയെയുമാണ് നമുക്ക് കാണാനാവുന്നത്. അപ്പൊ മക്കളെ, 2 തരം അമ്മകളെയാണ് അല്ലെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ എന്താണ് 2 എണ്ണത്തിലും ഉള്ളത് എന്ന് വെച്ചാൽ, ആദ്യം അവ തമ്മിലുള്ള സാമ്യങ്ങളെ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ ഒരു താരതമ്യക്കുറിപ്പ് എഴുതേണ്ടത്. ശേഷം നിങ്ങൾക്ക് അതിന് മനസ്സിലായ കാര്യങ്ങളും അതിലുള്ള ഓരോ വ്യത്യാസങ്ങളൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം നിങ്ങൾ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.